പാലക്കാട് വീട്ടിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾക്ക് സ്കൂൾ പരിസരത്ത് സ്ഫോടനത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണിപ്പോൾ. രണ്ട് പ്രതികൾ സ്ഫോടനത്തിന്റെ തലേന്ന് രാത്രി സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഉത്തരാടത്തിന് ആശംസകൾ. വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. എന്തായാലും ഈ പ്രതികൾ രണ്ടുപേർ, നൌഷാദ്, സുരേഷ്, ഈ രണ്ടുപേരും വടക്കന്തറ സ്കൂളിന്റെ സമീപത്ത് ഈ സ്ഫോടനം നടക്കുന്നതിന്റെ തലേ ദിവസം എത്തി എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് പക്ഷേ ഇവർ അവിടെ എത്തിയത് എന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തിനെ കാണാൻ പോയതാണ്, അവിടെ ഒരാൾ ഒരു സാധനം വാങ്ങാൻ പോയതാണ് എന്ന തരത്തിലുള്ള മൊഴികൾ പരസ്പര വിരുദ്ധമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും പന്നിപ്പടക്കമെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ എഫ്ഐആറിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് വടക്കന്തറ സ്കൂളിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതും സ്ഫോടക വസ്തു കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചാണ് കല്ലേക്കാട്ടെ പൊടിപ്പാറയിലുള്ള സുരേഷിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെയാണ് സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ കണ്ടെടുക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതും പാലക്കാട് SP കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് CI പരിശോധന നടത്തുന്നത്. എന്തായാലും പ്രതികളെ ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.